Hi students, welcome back. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻസ് ആൻഡ് മാറ്റർ എന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. ആ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷനും തമ്മിലുള്ള റിലേഷൻ ആണ്. അവിടെ നമ്മൾ കണ്ടതാണ് when the intensity of incident radiation increases, photoelectric current also increases. Okay. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു കോൺസെപ്റ്റ് കിട്ടി അല്ലെ, ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും ഇന്റൻസിറ്റിയും എങ്ങനെയാണ് ഡയറക്റ്റ് റിലേഷൻ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എഫക്ട് ഓഫ് പൊട്ടൻഷ്യൽ ഓൺ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ഫോട്ടോ ഇലക്ട്രിക് കറണ്ടില് പൊട്ടൻഷ്യലിന്റെ എഫക്ട് എന്താണ്, പൊട്ടൻഷ്യൽ എങ്ങനെയാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരിക എന്നുള്ള കേസാണ്. അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം എടുത്ത എക്സ്പെരിമെന്റൽ സെറ്റപ്പ് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. എക്സ്പെരിമെന്റൽ സെറ്റപ്പിലെ കാഥോഡും ആനോഡും ഉണ്ട്. ഈ കാഥോഡിലേക്ക് എന്ത് ചെയ്യാണ്, റേഡിയേഷൻസ്, സോഴ്സിൽ നിന്ന് റേഡിയേഷൻസ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഇൻസിഡന്റ് ചെയ്യുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആക്കി നിർത്തുകയാണ്. ഈ എക്സ്പെരിമെന്റിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ബൈ കീപ്പിംഗ് ദ ഫ്രീക്വൻസി കോൺസ്റ്റന്റ്, ഫ്രീക്വൻസി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആക്കി നിർത്തി അല്ലെ, ഒരു പെർട്ടിക്കുലർ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഇതിനകത്തേക്ക് വന്ന് ഇൻസിഡന്റ് ചെയ്യാനായിട്ട് അനുവദിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താണ്, ഐ എന്ന് പറയുന്ന ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ആണ് അല്ലെ, ഐ എന്ന് പറയുന്നതാണ് ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന റേഡിയേഷന്റെ ഇന്റൻസിറ്റി. ഓക്കെ, ആ റേഡിയേഷൻ ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാഥോഡ് പ്ലേറ്റിൽ നിന്ന് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്കറിയാം ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻസിഡന്റ് ഓൺ ദി കാഥോഡ് പ്ലേറ്റ് ആണ് അല്ലെ. അപ്പൊ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻസിഡന്റ് ചെയ്യുന്നത് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് കൂടുമെന്നുള്ള കേസൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻസിഡന്റ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് കൺസിഡർ ചെയ്യാം 10 ഫോട്ടോൺസ് വന്ന് ഇൻസിഡന്റ് ചെയ്യാണ്. ആ 10 ഫോട്ടോൺസ് വന്ന് ഇൻസിഡന്റ് ചെയ്താൽ എത്ര ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യും, ഓരോ ഫോട്ടോണും ഓരോ ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യുന്നു അല്ലെ. അപ്പൊ 10 ഫോട്ടോൺ എന്ത് ചെയ്യുന്നുണ്ട്, 10 ഇലക്ട്രോണിനെ എന്ത് ചെയ്യാണ്, ഇജക്ട് ചെയ്യാണ്. ഓക്കെ, എങ്ങനെയാണെങ്കിൽ ഈ ഫോട്ടോണിന്റെ ഫ്രീക്വൻസി ഇനഫ് ആണെങ്കിൽ 10 ഫോട്ടോണ് എന്ത് ചെയ്യും, 10 ഇലക്ട്രോണിനെ ഇജക്ട് ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാണ്, 10 ഇലക്ട്രോണിനെ ഇജക്ട് ചെയ്തു. ഓക്കെ, 10 ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്തിട്ടുണ്ട്. ഈ 10 ഇലക്ട്രോൺസില് 1-2 ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇറ്റ് ഹാസ് ദ സഫിഷ്യന്റ് എനർജി ടു റീച്ച് ദ ആനോഡ് പ്ലേറ്റ് വിത്തൗട്ട് ഗിവിംഗ് എനി പൊട്ടൻഷ്യൽ. ഇപ്പൊ ആനോഡ് പ്ലേറ്റിന് നമ്മൾ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പൊ 0 പൊട്ടൻഷ്യൽ ആണെന്ന് വിചാരിക്കാം. ആ 0 പൊട്ടൻഷ്യൽ ആണെങ്കിലും ഈ ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസില് 1-2 ഇലക്ട്രോൺസിന് സഫിഷ്യന്റ് ആയിട്ടുള്ള എനർജി ഉണ്ട് എവിടെ എത്താൻ, ആനോഡിലെത്താൻ. ഓക്കെ, അപ്പോ ഇവിടെ എന്ത് വരും, ചില ഇലക്ട്രോൺസിന് എനർജി കൂടുതലാണ്. ആ എനർജി കൂടിയ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ആനോഡ് പ്ലേറ്റിലേക്ക് പൊട്ടൻഷ്യൽ ഒന്നും തന്നെ അപ്ലൈ ചെയ്യാതെ, ആനോഡ് പൊട്ടൻഷ്യൽ ഒന്നും തന്നെ അപ്ലൈ ചെയ്യാണ്ട് അവിടെ എത്തുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എത്തുന്ന ആ ഇലക്ട്രോൺസ് കൊണ്ട് 0 പൊട്ടൻഷ്യൽ എന്തുണ്ടാവും, there will be a current. ഓക്കെ ആണല്ലോ. അപ്പൊ 0 പൊട്ടൻഷ്യൽ ആണെങ്കിലും അല്ലെ, നമുക്ക് ഇങ്ങനെ ഗ്രാഫ് വരച്ചാൽ പൊട്ടൻഷ്യൽ ഈസ് ടേക്കൺ along the x axis and photoelectric current is taken along the y axis. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചു. 0 പൊട്ടൻഷ്യലും അപ്ലൈഡ് പൊട്ടൻഷ്യൽ 0 ആണെങ്കിലും there will be a current അല്ലെ, അവിടെ ഒരു കറണ്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ കറണ്ട് എങ്ങനെ വരും, ആ കറണ്ടിനെ നമുക്ക് കറണ്ടിന്റെ ആക്സിസില് y ആക്സിസില് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ എന്താ പറഞ്ഞത്, ആനോഡിന് 0 പൊട്ടൻഷ്യൽ ആണ്, അല്ലെങ്കിൽ ആനോഡിലേക്ക് പൊട്ടൻഷ്യൽ ഒന്നും പ്രൊവൈഡ് ചെയ്തില്ലെങ്കിലും ഈ എന്ത് ചെയ്യുന്നുണ്ട്, എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്, ചില ഇലക്ട്രോൺസിന് സഫിഷ്യന്റ് ആയിട്ടുള്ള എനർജി ഉണ്ട് എവിടെ എത്താൻ, ആനോഡിലേക്ക് എത്താൻ അല്ലെ. എനർജി കൂടുതലുള്ളവ ആദ്യം എത്തി ആണല്ലോ. അപ്പൊ അങ്ങനെ എത്തുകൊണ്ട് അവിടെ ഒരു ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ടായി. ഇവിടെ നിന്ന് പറയാനുള്ളത് 0 വോൾട്ടേജിലും
അല്ലെങ്കിൽ സീറോ ആനോഡ് പൊട്ടൻഷ്യലും ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ടെന്നുള്ള കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ആദ്യത്തെ പോയിന്റ് അതാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ആനോഡിന് പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കാണ് അല്ലെ, +1 വോൾട്ട് കൊടുക്കാം. പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള 8 ഇലക്ട്രോൺസിൽ എന്ത് ചെയ്യാം, +1 വോൾട്ട് കൊണ്ട് 1 or 2 ഇലക്ട്രോൺ വീണ്ടും എന്ത് ചെയ്യാം, ഈ ആനോഡിലേക്ക് അട്രാക്റ്റഡ് ആവാം അല്ലെ. അങ്ങനെ ആനോഡിലേക്ക് ആ ഇലക്ട്രോൺസ് എന്തും എത്തും. അപ്പൊ അവിടുത്തെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് വീണ്ടും എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഗ്രാജുവലി പൊട്ടൻഷ്യൽ 2 വോൾട്ട് ആക്കി, 3 വോൾട്ട് ആക്കി അല്ലെ, 4 വോൾട്ട് ആക്കി. അങ്ങനെ എന്ത് ചെയ്യാണ്, പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഓക്കെ, അപ്പോ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യാണ്, പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 10 ഇലക്ട്രോൺസ് വരെ എത്തുന്നത് വരെ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് അതിന്റെ മാക്സിമം വാല്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആക്സലറേറ്റിംഗ് വോൾട്ടേജ് കൂട്ടിയാലും ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആണ്. ആ 10 ഇലക്ട്രോൺ വരെ എന്ത് ചെയ്യുന്നുള്ളൂ, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ ഇതിനെ നമ്മൾ എന്തെന്ന് പറയാം, സാച്ചുറേഷൻ വാല്യൂ അല്ലെങ്കിൽ സാച്ചുറേഷൻ വാല്യൂ ഓഫ് കറണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ 0 വോൾട്ടേജില് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ട്. പിന്നെ ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കൂട്ടുന്നതിനനുസരിച്ച് അല്ലെ, എന്ത് ചെയ്യാ, ആനോഡ് പൊട്ടൻഷ്യൽ കൂട്ടുന്നതിനനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസ് ചെയ്ത് മാക്സിമം എത്തി. മാക്സിമം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അവിടെ എന്തൊരും സാച്ചുറേഷൻ കറണ്ട് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ പോസിറ്റീവ് പൊട്ടൻഷ്യൽ പ്രൊവൈഡ് ചെയ്യുന്ന കേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആനോഡിന് നെഗറ്റീവ് പൊട്ടൻഷ്യൽ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ആനോഡിന് നെഗറ്റീവ് പൊട്ടൻഷ്യൽ പ്രൊവൈഡ് ചെയ്താൽ അല്ലെ, നെഗറ്റീവ് പൊട്ടൻഷ്യൽ പ്രൊവൈഡ് ചെയ്താലുള്ള പ്രത്യേകത എന്താണ്, നെഗറ്റീവ് പൊട്ടൻഷ്യൽ പ്രൊവൈഡ് ചെയ്താൽ ഈ ഇലക്ട്രോൺസിന് നെഗറ്റീവ് പൊളാരിറ്റി ആണ് അല്ലെ. ഇലക്ട്രോൺസ് എന്ന് പറയുന്ന നെഗറ്റീവ് ചാർജ് ആണല്ലോ, ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്. ഇപ്പൊ ആനോഡ് പൊട്ടൻഷ്യൽ എന്താണ്, നെഗറ്റീവ് ആണ്. നെഗറ്റീവും തമ്മിൽ അവിടെ എന്ത് ചെയ്യാം, റിപ്പൽ ചെയ്യാം. ഓക്കെ, ഇനി ആനോഡിലേക്ക് ഇലക്ട്രോൺസ് എത്തണമെങ്കിൽ ചില ഇലക്ട്രോൺസിന് എത്താൻ പറ്റും. എന്ത് ചെയ്യും, ഈ റിപ്പൽ അല്ലെ, ഇവിടെ തമ്മിൽ റിപ്പൽഷൻ ആണ്, ലൈറ്റ് ചാർജസ് ആണ്. ലൈറ്റ് ചാർജസ് അവിടെ എന്ത് ചെയ്യാണ്, റിപ്പൽ ചെയ്യാണ്. ആ റിപ്പൾസീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ പറ്റിയ ഇലക്ട്രോൺസ് എങ്ങോട്ടെത്തും, ആനോഡിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ നമ്മൾ ആനോഡിലെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തെങ്കിൽ പതുക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടിക്കൊണ്ടുവരുന്നത് അല്ലെ. 1 വോൾട്ട് -2 വോൾട്ട് അങ്ങനെ കൊടുക്കുകയാണ് ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, ആദ്യമൊക്കെ ഇലക്ട്രോൺസ് അങ്ങോട്ട് എത്താം, നെഗറ്റീവ് പൊട്ടൻഷ്യലിനെ അല്ലെങ്കിൽ ആ റിപ്പൾസീവ് ഫോഴ്സിനെ ഒപ്പോസ് ചെയ്ത് ഇലക്ട്രോൺസ് എത്തുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവും. പക്ഷെ ആ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിന്റെ വാല്യൂ എന്താണ്, കുറഞ്ഞു വരികയാണ് അല്ലെ. ഇനി ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ കൂട്ടി വരുന്നതിനനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കുറഞ്ഞ് ഫൈനലി ഒരു പെർട്ടിക്കുലർ വോൾട്ടേജില് അല്ലെ, പെർട്ടിക്കുലർ നെഗറ്റീവ് വോൾട്ടേജില് അല്ലെങ്കിൽ റിട്ടാർഡിംഗ് വോൾട്ടേജില് എന്തുണ്ടാവും, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ബിക്കംസ് ഈക്വൽ ടു 0. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 0 ആവും. ഓക്കെ, that negative value of voltage അല്ലെങ്കിൽ retarding voltage at which the photoelectric current becomes equal to 0 is known as stopping potential. അപ്പൊ എന്താ പറയാ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണെന്ന് പറയാം. അപ്പൊ എന്താണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ ആണ് അല്ലെ, അല്ലെങ്കിൽ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ ആണ്. at which the photoelectric current becomes equal to 0. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 0 ആകുന്ന ആ നെഗറ്റീവ് പൊട്ടൻഷ്യലിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് നമ്മൾ ഒരു ഗിവൺ ഇന്റൻസിറ്റി ആണ് എടുത്തിരിക്കുന്നത്. ഈ ഗിവൺ ഇന്റൻസിറ്റിയിലെ ഫ്രീക്വൻസി എന്താണ്, ഫ്രീക്വൻസി എന്ന് പറയുന്ന ന്യൂ ഫ്രീക്വൻസി ആണ്. കറണ്ട് എന്താ അല്ലെ, ഇന്റൻസിറ്റി എങ്ങനെയാണ്, ഒരു ഗിവൺ ഇന്റൻസിറ്റി ആണ്. അപ്പൊ ഇതിന്റെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും പൊട്ടൻഷ്യലും തമ്മിലുള്ള ഗ്രാഫ് ഇങ്ങനെയാണ്. ഓക്കെ, വീണ്ടും എക്സ്പെരിമെന്റ് ചെയ്തപ്പോ
ബൈ കീപ്പിംഗ് ദ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആക്കി വെച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻസിനെ വേരി ചെയ്യിച്ചു. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ എന്ത് ചെയ്തു? ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്തു അല്ലെ. നമ്മൾ എന്തായിട്ട് എടുത്തു? I1 ഇന്റൻസിറ്റി ആയിട്ട് എടുത്തു. ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആക്കി വെച്ചു. ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആക്കി വെച്ച് ഇന്റൻസിറ്റിയെ നമ്മൾ ഇൻക്രീസ് ചെയ്തു. ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻസിഡന്റ് ഓൺ ദ കാഥോഡ് പ്ലേറ്റ് ഇൻക്രീസസ് ആണ് അല്ലെ. അപ്പൊ നമ്മള് എന്ത് ചെയ്യാണ്? 10 ഫോട്ടോൺ വന്ന് ഇൻസിഡന്റ് ചെയ്തു എന്ന് ആദ്യത്തെ കേസിൽ പറഞ്ഞു. ഇനി നമുക്ക് 20 ഫോട്ടോൺ വന്ന് ഇൻസിഡന്റ് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പൊ എത്ര ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യും? 20 ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യും അല്ലെ. അങ്ങനെ 20 ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്താൽ 0 വോൾട്ടേജിൽ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? 10 ഫോട്ടോൺസ് ഇൻസിഡന്റ് ചെയ്തപ്പോ 2 എണ്ണം എന്ത് ചെയ്യും? 1 or 2 എണ്ണം ആനോഡ് പ്ലേറ്റിലേക്ക് 0 പൊട്ടൻഷ്യലിലേക്ക് എത്തിയെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ 20 ഫോട്ടോൺ ആണെങ്കിലോ അതിന്റെ എണ്ണം കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയില്ലേ? അപ്പൊ 1 or 2 എന്നുള്ളത് 3 or 4 എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പോ 0 പൊട്ടൻഷ്യലില് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇന്റൻസിറ്റി കൂട്ടിയപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും ഒന്ന് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പൊ 3 or 4 ഇലക്ട്രോൺസ് എത്തിക്കഴിഞ്ഞു. ഇപ്പൊ എത്രയാണ്? 20 ഫോട്ടോൺ വന്ന് ഇൻസിഡന്റ് ചെയ്താൽ 20 ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്തു. ആ 20 ഇലക്ട്രോൺസില് 3 or 4 ഇലക്ട്രോൺസ് ആനോഡ് പ്ലേറ്റിൽ എത്തി. എങ്ങനെയാണെങ്കിൽ 0 പൊട്ടൻഷ്യലില്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് കറണ്ട് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടി. +1 വോൾട്ട് +2 വോൾട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോസിറ്റീവ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്തു? കൂട്ടി വന്നു. അങ്ങനെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടിക്കഴിഞ്ഞപ്പോ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കണ്ടു അല്ലെ. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസ് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? 20 ഇലക്ട്രോൺസും എവിടെ എത്തണം? 20 ഇലക്ട്രോൺസും ആനോഡ് പ്ലേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തൊരു മാക്സിമം കറണ്ട് ആയി. അത് കഴിഞ്ഞാൽ പിന്നെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടുവോ? ഇല്ല. ആ 20 ഇലക്ട്രോണിന്റെ ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് എത്രയാണോ അവിടെ നിന്നു. അത് കഴിഞ്ഞാൽ കറണ്ട് എന്തായിരിക്കും? റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ എന്താണ്? 20 ഇലക്ട്രോൺസ് ഉണ്ട്. 20 ഇലക്ട്രോൺസും ആനോഡ് പ്ലേറ്റിലേക്ക് എത്തി. എങ്ങനെ എത്തിച്ചു? വോൾട്ടേജ് കൂട്ടി 20 ഇലക്ട്രോൺസിനെയും ആനോഡ് പ്ലേറ്റിലേക്ക് എത്തിച്ചു. അത് വരെ എന്ത് ചെയ്യും? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസ് ചെയ്ത് മാക്സിമം ആയി. 20 ഇലക്ട്രോൺസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്താൽ അല്ലെ, ആനോഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസ് ചെയ്യില്ല. റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. സാച്ചുറേഷൻ വാല്യൂ എത്തി. ഓക്കെ, ഇനി നമുക്ക് അതിന് എന്ത് ചെയ്യാം? നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കാം അല്ലെ. ആനോഡിന് പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കാം. നെഗറ്റീവ് വോൾട്ടേജ് ആനോഡിന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇലക്ട്രോൺസിന് നെഗറ്റീവ് വോൾട്ടേജ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റും? ആ റിപ്പൾസീവ് ഫോഴ്സിനെ അല്ലെ ഒപ്പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? അങ്ങോട്ട് കടന്നു ചെല്ലാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഓവർകം ചെയ്ത് ചെല്ലാനായിട്ട് പറ്റും. അങ്ങനെ ഓവർകം ചെയ്ത് ചെല്ലുന്ന ഇലക്ട്രോൺസ് കൊണ്ട് അവിടെ എന്തുണ്ടാവുന്നുണ്ട്? കറണ്ട് ഉണ്ട്. പക്ഷെ വോൾട്ടേജ് നെഗറ്റീവ് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ആ വാല്യൂ എന്ത് ചെയ്യും? കുറഞ്ഞ് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജില് എന്ത് ചെയ്യും? അതിന്റെ ഇതെന്തായി മാറും? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 0 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്റൻസിറ്റി നമ്മൾ കൂട്ടി, I എന്നുള്ളത് I1 ആക്കി. അപ്പൊ ഇന്റൻസിറ്റി കൂട്ടിയപ്പോഴും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കണ്ടു. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഇനി നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാം. I2 എന്ന് പറയുന്ന ഒരു ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷനിൽ പറയാം. അപ്പോഴും ഇതുപോലെ തന്നെ I2 എന്ന് പറയുന്ന ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ആണെങ്കിൽ ഇനീഷ്യൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് വീണ്ടും കൂടി. അവിടെ നിന്ന് എന്ത് ചെയ്യണം? മാക്സിമം വരെ എത്തുന്നവരെ കൂടി. പിന്നെ എന്ത് ചെയ്യാം? ഇങ്ങനെ വന്നു. വീണ്ടും എന്ത് ചെയ്യും? തിരിച്ചിങ്ങനെ അല്ലെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇതിലേക്ക് വരും. ഓക്കെ, അപ്പൊ ഈ കേസിലെല്ലാം എല്ലാ കേസിലും I1 I2 I3 എന്ന് പറയുന്ന ഇന്റൻസിറ്റി കൂടി വരുന്ന കേസ് എടുത്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇന്റൻസിറ്റി കൂടുമ്പോഴെല്ലാം എന്ത് ചെയ്യും? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് നമുക്കൊരു പോയിന്റ് പറയാലോ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷനും തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല.
അപ്പൊ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇവിടെ എങ്ങനെയാണ്, നമുക്ക് വേണമെങ്കിൽ V0 എന്ന് എടുക്കാം. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ച കാര്യം ഏതാണ്, ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണെന്ന് കണ്ടു, നമുക്ക് കോൺസ്റ്റന്റ് ആണെന്ന് കണ്ടു. അപ്പൊ അവിടെ നിന്ന് നമുക്കൊന്ന് പറഞ്ഞു വെക്കാം, എന്ത്, ഫ്രീക്വൻസിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും എങ്ങനെയാണ്, ഡയറക്റ്റ് റിലേഷൻ ആണ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി എന്ന് നമുക്ക് പറഞ്ഞു വെക്കാം. അടുത്ത എക്സ്പെരിമെന്റോട് കൂടി നമുക്കത് പ്രൂവ് ചെയ്യാം, അല്ലെ. അപ്പൊ ഇന്റൻസിറ്റിയുമായിട്ട് ഇൻഡിപെൻഡന്റ് ആണ്, അല്ലെ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് എന്താണ്, ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ഇന്റൻസിറ്റിയുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല, ഇൻഡിപെൻഡന്റ് ആണ്. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ പറഞ്ഞു വെക്കാം. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ആര്, ഫ്രീക്വൻസി. ഫ്രീക്വൻസിയുമായിട്ട് ഡിപ്പെൻഡൻസി ഉണ്ട് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാം, അല്ലെ. ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയിരുന്നപ്പോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഓൾസോ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സ്പെരിമെന്റിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റി, എന്തൊക്കെയാണെന്ന് പറയാം. 0 വോൾട്ടേജിലും അവിടെ എന്തുണ്ട്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നുണ്ട്, അത് ഫസ്റ്റ് പോയിന്റ്. അതുകൊണ്ട് അവിടെ എന്തുണ്ട്, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ട്. അപ്പൊ 0 വോൾട്ടേജിലും ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ട്, അതുകൊണ്ട് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ 0 ആനോഡ് വോൾട്ടേജിലും എന്ത് നടക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് പറയാവുന്നത് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസസ് ടു ഇറ്റ്സ് മാക്സിമം വാല്യൂ when the stopping അല്ലെ when the applied voltage increases. applied voltage കൂടുന്നതിനനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യും, increases and reach to its maximum value. എന്നിട്ട് എന്ത് ചെയ്യാം, മാക്സിമം വാല്യൂയിലേക്ക് എത്തി. after that what will happen, when the potential increases current remains constant എന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ വാല്യൂയിൽ എത്തി, സാച്ചുറേഷൻ കറണ്ട് എത്തി. ഓക്കെ, അപ്പൊ അതായിരുന്നു രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്താ, നെഗറ്റീവ് പൊട്ടൻഷ്യൽ പ്രൊവൈഡ് ചെയ്തു. നെഗറ്റീവ് പൊട്ടൻഷ്യൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഡ്യൂ ടു ദ റിപ്പൾഷൻ ബിറ്റ്വീൻ ദി ഇലക്ട്രോൺ ആൻഡ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ, അല്ലെ. അപ്പൊ അവിടെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യും, കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അറ്റ് എ പെർട്ടിക്കുലർ വാല്യൂ ഓഫ് നെഗറ്റീവ് വോൾട്ടേജ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ബിക്കംസ് ഈക്വൽ ടു 0. ദാറ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ് ഈസ് നോൺ ആസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ് എങ്ങനെയാന്നുള്ളത്. എഫക്ട് ഓഫ് പൊട്ടൻഷ്യൽ ഓൺ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. എന്നിട്ട് അവിടുന്ന് രണ്ട് കാര്യം കൺക്ലൂഡ് ചെയ്തു. ഏതൊക്കെ കൺക്ലൂഡ് ചെയ്തത്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ഇന്റൻസിറ്റി മാറ്റി മാറ്റി ചെയ്തു നോക്കി, ഇന്റൻസിറ്റി മാറ്റി മാറ്റി ചെയ്തു നോക്കിയപ്പോ പൊട്ടൻഷ്യൽ എന്ത് കിട്ടി, കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടി. ഇന്റൻസിറ്റി മാറുമ്പോൾ പൊട്ടൻഷ്യൽ മാറിയാലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിപ്പെൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇന്റൻസിറ്റി മാറ്റി മാറ്റി നോക്കിയപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കാണ്, അല്ലെ. ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ തന്നെ നിൽക്കാണ് എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല. പിന്നെ നമ്മൾ ഇവിടെ കീപ്പ് ചെയ്തത് ഏതാണ്, ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇവിടെ എന്ത് വന്നു, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കോൺസ്റ്റന്റ് കിട്ടി. അപ്പൊ ഫ്രീക്വൻസിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും എന്തായിട്ട് കിട്ടി, ഡിപ്പെൻഡന്റ് ആണ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തി. ആ കോൺസെപ്റ്റ് കുറച്ചും കൂടെ തറവും നമ്മൾ അടുത്ത ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കേസ് എല്ലാമാണ് നമ്മൾ എന്ത് ചെയ്യുക, എഫക്ട് ഓഫ് പൊട്ടൻഷ്യൽ ഓൺ കറണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, I think this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.